ഇന്നാ നേരത്തെ പോയത് എന്താ കാര്യം എന്നിട്ടും ഫുള്ള് തിരക്കാം. അറ്റ്ലീസ്റ്റ് ഒരു AC വെച്ചു. ഒന്നാമത്തെ ഭയങ്കര ചൂട് പറയേണ്ട കുറെ ആൾക്കാർ ആരും പേടിക്കണ്ട. അതാണ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ. അങ്ങനെ അത് ഇപ്പാൻ ഓഫീസിലായി കൊടുത്തിട്ട് നമുക്ക് വേണ്ടത് പോർട്ടിനാണല്ലോ. അങ്ങനെ നമ്മൾ കുറച്ച് പോർട്ടിനൊക്കെ എടുത്തു. നമ്മൾ ചലഞ്ച് ചെയ്തില്ല. ഇത്ര ദിവസം കൊണ്ട് നമ്മൾ ബോഡി സെറ്റ് ആക്കുന്നു. അതിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ ഇതൊക്കെ എടുത്തിട്ടാ. അങ്ങനെ പെരെ എത്തിയപ്പോൾ റഹാൻ എന്തൊക്കെ വിട്ടു. എനിക്ക് പോർട്ടിയും വരാൻ വേണ്ടി വിട്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇപ്പാൻ എപ്പോഴും സ്ഥലം വരെ പോയി. ഇപ്പാൻ ഓഫീസിലെ പരിപാടിയാണ്. സത്യം പറഞ്ഞാൽ ഫുള്ള് പോസ്റ്റ് ചെയ്തു. ഉദ്ഘാടനം അപ്പോൾ തുടങ്ങിയിട്ട് അതുകൊണ്ട് എല്ലാവരും കൂടി ഏറി പാട്ട് പാടി. ഞാനൊരു ആസ്വാദക നിരീക്ഷകനാണ്. എല്ലാം ആസ്വദിച്ചിരുന്നു. അങ്ങനെ ഉദ്ഘാടനം ചെയ്യാനുള്ള ആൾ എത്തിയിട്ട് അങ്ങനെ ഉദ്ഘാടനം ഒക്കെ ചെയ്തു. നിങ്ങൾ വിചാരിക്കണ്ടാവും ഇത്ര പോസ്റ്റ് ആക്കി ഞാൻ എന്തിനാ പോയതില്ല. ലാസ്റ്റ് പറഞ്ഞു ഞാനൊരു ഫുൾ ഒബ്സർവ് ചെയ്തപ്പോ എന്റെ ഒബ്സർവ് പെട്ടത് ഈ ഫാൻ കുറെ അങ്ങോട്ടും തിരിണ്ട് കുറെ ഇങ്ങോട്ടും തിരി. ഞാനത് നോട്ടം കാരണം ഞാനൊരു ഫിലോസഫർ ആയതുകൊണ്ടാണ്. ഇപ്പൊ മനസ്സിലായിണ്ടോ ഈ ഗായക ആരാണെന്നല്ലേ? സത്യം പറഞ്ഞാൽ എനിക്കിത് കേട്ടപ്പോൾ മനസ്സിലായത് എന്റെ മുമ്പിൽ ഇരിക്കുന്നത് വലിയ ആളാണ്. അങ്ങനെ ഒരു പാടിയ പാട്ടൊക്കെ ഓരോ ലൈവായിട്ട് പാടി. കുറച്ച് കഴിഞ്ഞപ്പോ സമൂസയും ചായയും കിട്ടി, പിന്നെ ബിരിയാണി. ഇപ്പൊ മനസ്സിലായില്ല ഞാൻ എന്തിനാ വന്നത്. അത് കഴിഞ്ഞപ്പോ ഐസ്ക്രീം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോ അവിടെയും തിരക്ക്. ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ എല്ലാവർക്കും തിരക്ക് തന്നെ. അപ്പോഴാണ് എന്റെ കണ്ണിൽ ഈ വീട് വെട്ടി രസമുണ്ടല്ലോ. ഇത് ഞാനാ അങ്ങനെ കടയിൽ പോയി സാധനമൊക്കെ വാങ്ങി. ഇതാണ് നമ്മൾ ഇന്നത്തെ പരിപാടി. അപ്പൊ റഹാൻ പറയാൻ എങ്ങോട്ടെങ്കിലും പോയാലോ. അപ്പൊ ഞാൻ റഹാനും കൂടി എങ്ങോട്ടോ പോയി. ഓക്കെ ബൈ.